മർക്കോസിൻ്റെ സുവിശേഷം ആണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 11ാമത്തെ ക്ലാസ്സിലേക്ക് നാം വന്നിരിക്കുന്നു. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാർക്കും വന്ദനം അറിയിക്കുന്നു. നിങ്ങൾക്ക് സ്വാഗതം. സൂമിൽ കൂടെയും കൂടാതെ പല സോഷ്യൽ മീഡിയകളിൽ കൂടെയും പങ്കെടുക്കുന്ന ഏവർക്കും സ്വാഗതം. നാം ദൈവവചനം ഇങ്ങനെ പഠിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവം നമ്മെ തൻ്റെ നിത്യരാജ്യത്തിന് വേണ്ടി ഈ വചനങ്ങളാൽ നമ്മെ ഒരുക്കി തയ്യാറാക്കി കൊണ്ടുവരികയാണ് എന്നുള്ള കാര്യം ആദ്യം തന്നെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നാം കേൾക്കുകയും പഠിക്കുന്ന ഭാഗത്തു നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ സ്വഭാവത്തിൽ നിന്നും ചില മൂല്യങ്ങൾ നാം ഉൾക്കൊള്ളുവാനായിട്ട് മനസ്സുവയ്ക്കണം. ആ ഒരു ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണം. എന്താണ് യേശുവിൽ നിന്ന് എനിക്ക് ഈ ഭാഗത്ത് പഠിക്കാൻ കഴിയുന്നത് എന്ന് നാം ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ചില നല്ല കാര്യങ്ങൾ നമുക്ക് ദൈവം നൽകിത്തരും. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ടും യേശു സംസാരിച്ചത് പരീശന്മാരുടെയും മത മേധാവികളുടെയും അവരുടെ കപടഭക്തിക്കെതിരായിട്ട് യേശു ശക്തിയോടെ സംസാരിച്ചു. കൂടാതെ അവർ ആചരിച്ചു പോകുന്ന ദൈവവചന വിരുദ്ധമായ പല സമ്പ്രദായങ്ങൾക്കെതിരായും യേശു സംസാരിച്ചു. അതിനുശേഷം ആന്തരിക വിശുദ്ധിയാണ് പുറമേയുള്ള വിശുദ്ധിയെക്കാളും ദൈവം വിലമതിക്കുന്നത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് യേശു ചൂണ്ടി കാണിക്കുകയും ഊന്നി പറയുകയും ചെയ്തു. അതും നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 8-ാം അധ്യായം 9-ാം വാക്യം വരെയാണ് ഇന്ന് പഠിക്കുവാൻ താല്പര്യപ്പെടുന്നത്. അതിനെ മൂന്നായിട്ട് തിരിക്കാം. കനാന്യ സ്ത്രീ വന്ന് തൻ്റെ മകളെ സൗഖ്യമാക്കുവാൻ യേശുവിനോട് ആവശ്യപ്പെടുന്നു. രണ്ടാമത്തേത് ചെകിടനും ഊമനുമായ ഒരു വ്യക്തിയെ യേശു സൗഖ്യമാക്കുന്നു. മൂന്നാമത്തെ വിഷയം, യേശു 4000-ലധികം ആളുകൾക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു, അവരെ പോഷിപ്പിക്കുന്നു. ഒന്നാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഒരു വിജാതീയ സ്ത്രീ യേശുവിൻ്റെ അടുത്ത് വന്ന് തൻ്റെ മകൾക്ക് വേണ്ടി ഒരു അപേക്ഷ കഴിച്ചു. അവളെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞു. നമുക്ക് 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള ഭാഗം ആദ്യമായിട്ട് നോക്കാം. ഇവിടെ പറയുന്ന കാര്യം, ഒരു കനാന്യ സ്ത്രീ അഥവാ സുറോഫോയ്നീക്യ ജാതിയിലുള്ള ഒരു യവന സ്ത്രീ, 26-ാം വാക്യം. ആ സ്ത്രീയുടെ രാഷ്ട്രീയമായ രീതി നോക്കിയാൽ മർക്കോസിൻ്റെ അനുവാചകർ, അദ്ദേഹത്തിൻ്റെ സുവിശേഷം വായിക്കുന്ന ആളുകൾ റോമിലുള്ളവരും വിജാതിരായ ആളുകളുമാണ്. അവരെ സംബന്ധിച്ച് കനാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് ഈ സ്ത്രീയുടെ ജാതിപ്പേര് പറഞ്ഞിട്ട് അവരേത് വർഗത്തിൽപ്പെടുന്നവരാണ്, അവർ സുറോഫൈനീക്യ എന്ന ഒരു വംശത്തിൽപ്പെട്ടവളാണ്. അതുകൊണ്ടാണ് മർക്കോസ് അങ്ങനെ പ്രത്യേകമായിട്ട് അത് എടുത്തു പറയുന്നത്. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിലാണെങ്കിൽ ഒരു കനാന്യ സ്ത്രീ എന്നുള്ള രീതിയിലാണ് അവളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. യഹൂദന്മാർ ആ ദേശത്തുള്ളവരെ കനാന്യർ എന്ന് മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഇസ്രായേലിന് പുറത്തുള്ള റോമാക്കാരും മറ്റും അവരെ സുറോഫോനീക്കക്കാർ എന്ന് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് രണ്ട് സുവിശേഷങ്ങളിലും രണ്ട് രീതിയിൽ ഈ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 24-ാം വാക്യം നോക്കുക. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു, സീദോൻ്റെയും സോരിൻ്റെയും അതിർനാട്ടിൽ ചെന്നു ഒരു വീട്ടിൽ കടന്നു. ആരും അറിയരുത് എന്നിച്ഛിച്ചു, എങ്കിലും മറഞ്ഞിരിപ്പാൻ സാധിച്ചില്ല. ഈ കാര്യം വായിക്കുമ്പോൾ ചില പശ്ചാത്തലം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എവിടുന്ന് എങ്ങോട്ടാണ് യേശു പോയത്? ഈ കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടെ അത് യേശുവിൻ്റെ യാത്രയും മറ്റും ഒന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ആ ദേശത്തിൻ്റെ ആ മാപ്പ്, അതിൻ്റെ ആ ഭൂപടം നിങ്ങൾ ഇടയ്ക്ക് നോക്കുകയോ മനസ്സിലാക്കുകയും ചെയ്യണം. ഇപ്പോൾ യേശു ആയിരുന്നത് ഗലീല കടലിനടുത്തായിരുന്നു. ഗലീല കടലിനടുത്ത് ഒരു ചെറിയ പട്ടണമാണ് ഗന്നേസരത്ത്. ആ ഗന്നേസരത്തിലായിരുന്നു യേശു ആയിരുന്നത്. അവിടെ നിന്ന് ഏതാണ്ട് 70 കിലോമീറ്റർ പടിഞ്ഞാറ് ദിശയിൽ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുമ്പോഴാണ് മെഡിറ്ററേനിയൻ കടലിനടുത്തുള്ള അതിനോട് ചേർന്ന് കിടക്കുന്ന സോർ എന്ന് പറയുന്ന സ്ഥലത്തെത്തുകയുള്ളൂ. അങ്ങനെ യേശു 70 കിലോമീറ്റർ നടന്ന് ശിഷ്യന്മാരുമായിട്ട് സഞ്ചരിച്ചാണ് ഈ സോർ എന്ന് പറയുന്ന ദേശത്ത് എത്തിച്ചേർന്നത്.
സോരിൻ്റെയും സീദോൻ്റെയും അതിർനാട്ടിൽ ചെന്നു ഒരു വീട്ടിൽ കടന്നു. അത് ആരുടെ വീടാണെന്ന് പറയുന്നില്ല. എങ്കിലും യേശുവിൻ്റെ ശുശ്രൂഷയിൽ ഗലീല ദേശത്തോ ഒക്കെ വന്ന് യേശുവിനെ പരിചയപ്പെട്ട ഈ സോർ ദേശത്തുള്ള ഒരാളിൻ്റെ വീട്ടിൽ യേശു ചെന്നു എന്ന് വിശ്വസിക്കാം. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. ആരും അറിയാതെ അവിടെ ചെന്ന് ആ വീട്ടിൽ ചെല്ലണം, അവരെ കാണണമെന്നൊക്കെയാണ് യേശു ആഗ്രഹിച്ചതെങ്കിലും ആ സമയത്തേക്കും യേശു വളരെ പോപ്പുലറായി മാറി. അദ്ദേഹത്തിന് യേശുവിന് മറഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല. യേശു അവിടെ ചെന്നപ്പോൾ തന്നെ ചുറ്റുമുള്ള ആളുകൾ അത് കണ്ടുപിടിച്ചു. പെട്ടെന്നാണ് ഈ യവന സ്ത്രീ, സുറോഫൈനിക്കക്കാരിയായ സ്ത്രീ ആ വീട്ടിൽ വന്നു. അവൾ യേശുവിൻ്റെ കാൽക്കൽ വീണു. 25-ാം വാക്യം. അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകളുള്ള ഒരു സ്ത്രീ അവൻ്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവൻ്റെ കാൽക്കൽ വീണു, അവനെ നമസ്കരിച്ചു. വളരെ നിസ്സഹായമായിട്ടാണ് ഈ സ്ത്രീ അവിടെ വന്നെത്തുന്നത്. ഈ ഭാഗത്ത് 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ആ സംഭവം നമുക്ക് കാണാൻ സാധിക്കും. മർക്കോസ് എഴുതുമ്പോൾ വളരെ സംക്ഷിപ്തമായി ചെറിയ രീതിയിൽ മാത്രമേ അത് എഴുതിയിട്ടുള്ളൂ. എന്നാൽ ഈ സ്ത്രീയുടെ മകളുടെ സൗഖ്യം കിട്ടുന്ന കാര്യം അറിയണമെങ്കിൽ ശരിക്കും നാം അതിൻ്റെ മത്തായി വിവരിക്കുന്ന ഭാഗം കൂടെ വായിക്കണം. മത്തായി സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് വിശദമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ സംഭവിച്ച കാര്യം പറയുന്നു. അവൾ ഫൊയ്നീക്യ ജാതിയിലുള്ള ഒരു യവന സ്ത്രീ ആയിരുന്നു. തൻ്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു. യേശു അവളോട്, മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവിടെ യേശു അവളെ ഡിസ്കറേജ് ചെയ്തു, അവളെ പ്രോത്സാഹിപ്പിച്ചില്ല. ഈ സൗഖ്യമൊക്കെ നിങ്ങൾക്കുള്ളതല്ല, അത് യഹൂദന്മാർക്കുള്ളതാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ നാം മത്തായി സുവിശേഷത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെയല്ല കാണുന്നത്. കുറച്ചുകൂടെ വിശദമാക്കി അത് എഴുതിയിട്ടുണ്ട്. 3 പ്രാവശ്യം ഈ സ്ത്രീ യേശുവിനോട് ആവശ്യപ്പെടുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു, കർത്താവേ, ഞാനൊരു വല്ലാത്ത സ്ഥിതിയിലാണ്, എൻ്റെ മകൾ ഭൂതോപദ്രവമായിട്ട് കഠിനമായിട്ട് കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. 3 പ്രാവശ്യം യേശുവിനോട് അവൾ ആവശ്യപ്പെട്ടു. ആദ്യം അവൾ ചെന്ന് പറഞ്ഞപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ നാം കാണുന്നു 15-ാം അധ്യായം 23-ാം വാക്യം, അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. യേശുവിൻ്റെ ഉത്തരം നെഗറ്റീവായിരുന്നു, പോസിറ്റീവായിട്ട് പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പറഞ്ഞു, യേശുവേ, അവൾ നമ്മുടെ പിന്നാലെ കരഞ്ഞുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല, 24-ാം വാക്യം എന്ന ഉത്തരം പറഞ്ഞു. അവിടെ ഒരു നെഗറ്റീവ് ആൻസറാണ്, ക്രിയാത്മകമായ ഉത്തരമല്ല. അവളെ ഡിസ്കറേജ് ചെയ്യുന്ന, നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ഉത്തരമാണ് യേശു കൊടുത്തത്. ഇനി അടുത്തതായിട്ട് നാം കാണുന്നു 26-ാം വാക്യം, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. 3ാമതും അവളെ ഡിസ്കറേജ് ചെയ്തു. കാരണം അവൾ കരഞ്ഞും കൊണ്ട്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങളൊക്കെ വിജാതീയരാണ്, പുറജാതികളാണ്, നായ്ക്കുട്ടികളെ പോലെ ആണ് നിങ്ങളെ ഞങ്ങൾ കാണുന്നത്. മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് എടുത്തു കൊടുക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ, അവളുടെ കാര്യം നാം നോക്കിയാൽ ഈ 3 പ്രാവശ്യവും നെഗറ്റീവായിട്ട് ഉത്തരം വന്നിട്ടും അവൾ അസ്വസ്ഥപ്പെടുന്നില്ല. യേശുവിനോട് വാദിക്കുവാനോ അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാനോ ഒന്നും അവൾ തുനിഞ്ഞില്ല. അവൾ പിന്നെയും പറഞ്ഞു, കർത്താവേ, അവിടുന്ന് പറഞ്ഞത് ശരിയാ, ഞങ്ങളൊക്കെ നായ്ക്കുട്ടികളെ പോലെയുള്ള പുറജാതികളാണ്, എന്നാലും എൻ്റെ മകളോട് കരുണ തോന്നണമേ എന്ന് ഇങ്ങനെ ആവശ്യക്കാരിയായിട്ട് പറഞ്ഞു. ആ സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ 4ാമത്തെ പ്രാവശ്യം അവൾക്ക് യേശുവിൽ നിന്നും ക്രിയാത്മകമായ ഒരു മറുപടി കിട്ടി. യേശു പോസിറ്റീവായിട്ട് അവളോട് പറഞ്ഞു. അതിന് അവൾ, കർത്താവെ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട് 28-ാം വാക്യം, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചില കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് നാം ചിന്തിക്കണം. ഒന്ന്, ആ സ്ത്രീയുടെ താഴ്മ. ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോൾ നമുക്കാർക്കും ഉന്നത ഭാവത്തോടെ ക്ലെയിം ചെയ്തുകൊണ്ട് വരുവാൻ സാധ്യമല്ല. ദൈവമുമ്പാകെ വരുമ്പോൾ താഴ്മയോടെ, സ്വയം താഴ്ത്തി, സെൽഫ് അബേസ്മെൻറ്റോടുകൂടെയാണ് അവൾ വരുന്നത്. മാത്രമല്ല, യേശു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവൾ ഒഫൻഡഡ് ആയില്ല, അവൾ മുറിപ്പെട്ടില്ല, യേശുവിനോട് ദേഷ്യപ്പെടുകയോ ഒന്നും വാദിക്കുകയോ ആർഗ്യൂ ചെയ്യുകയോ ഒന്നും ചെയ്യാതെ, കർത്താവേ,
ആ നായ്ക്കുട്ടിയുടെ അവസ്ഥയിലാണ് ഞാൻ. അത് ഞാൻ ഒത്തുകൊള്ളുന്നു, സമ്മതിച്ചു കൊള്ളുന്നു, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പറഞ്ഞപ്പോൾ യേശു ചെയ്തത്, യേശു അവൾക്ക് മറുപടി കൊടുത്തു, പോസിറ്റീവായ ഉത്തരം കൊടുത്തു. മാത്രമല്ല, അവളെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ വിശ്വാസം വലിയത് എന്ന് യേശു അവളോട് പറഞ്ഞു. അവളുടെ വിശ്വാസത്തെ അംഗീകരിച്ചു. ഗ്രേറ്റ് ഫെയ്ത്ത് യേശു വളരെ ക്രിയാത്മകമായിട്ട് അവളോട് പറയുകയാണ് ചെയ്യുന്നത്. പ്രിയ സഹോദരങ്ങളെ, നാം 1 പ്രാർത്ഥിച്ചു, 2 പ്രാർത്ഥിച്ചു, 3 പ്രാർത്ഥിച്ചു, മറുപടി കിട്ടിയില്ല. അപ്പോൾ നാം മതിയാക്കരുത്, സ്ഥിരോത്സാഹത്തോടെ പ്രാർത്ഥിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം എന്താണ് വായിക്കുന്നത്? ലൂക്ക് 18:1. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. യേശു പറഞ്ഞത്, നിങ്ങൾ മടുത്തു പോകരുത്, പ്രാർത്ഥനയിൽ നിങ്ങൾ മടുത്തു പോകരുത്, ദൈവത്തോട് യാചിക്കണം, നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കണം എന്ന് യേശു പറഞ്ഞു. നമ്മോട് ഇന്ന് രാത്രി കർത്താവ് പറയുന്നത്, ഈ സ്ത്രീ നമ്മുടെ മുൻപിൽ ഒരു മാതൃകയായിട്ട് നിൽക്കുന്നു. മടുത്തു പോകാതെ സ്ഥിരോത്സാഹത്തോടെ, സ്ഥിരതയോടെ പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു ഉദാഹരണമായി ഈ കനാന്യ സ്ത്രീ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്ന ഉടനെ മറുപടി കിട്ടുന്നില്ല. അതിനുള്ള മറുപടി കുറേ കാലതാമസം വന്നാണ് ചിലപ്പോൾ കിട്ടുന്നത്. ഡിലേഡ് ബ്ലെസ്സിങ്സ് എന്നതിനെ പറയാം. അനുഗ്രഹങ്ങൾ ചിലപ്പോൾ താമസിച്ചായിരിക്കും നമുക്ക് കൈവരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ വാക്യത്തിൽ നാം കാണുന്നു, 30-ാം വാക്യത്തിൽ, അവസാനത്തെ വാക്യത്തിൽ നാം കാണുന്നത്, അവൾ വീട്ടിൽ വന്നപ്പോൾ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു. യേശു ഒരു വാക്ക് ദൂരെ ഇരുന്ന് കൽപ്പിച്ചതേ ഉള്ളൂ, പറഞ്ഞതേ ഉള്ളൂ. വളരെ ദൂരെ അവളുടെ വീട്ടിൽ കിടന്ന മകൾക്ക് ഭൂതശാന്തി ഉണ്ടായി. ഇവിടെ നാം യേശുവിൻ്റെ സൗഖ്യമാക്കാനുള്ള ശക്തിയെ കാണുന്നു. യേശുവിൻ്റെ ശക്തി 2000 വർഷം മുമ്പ് പ്രവർത്തിച്ച ഭൂതങ്ങളെ പുറത്താക്കാനും രോഗികളെ സൗഖ്യമാക്കുവാനും ആളുകളെ വിടുവിക്കുവാനുമുള്ള യേശുവിൻ്റെ ശക്തി ഇന്നും തീർന്നു പോയിട്ടില്ല എന്ന് നാം അറിയേണ്ടതുണ്ട്. യേശുവിൻ്റെ ശക്തി ഇന്നും സൗഖ്യമാക്കുന്ന ശക്തി നിലനിൽക്കുന്നു. യേശുവിന് വളരെ ദൂരെ ഇരുന്നു കൊണ്ടും ഒരു വാക്ക് പറഞ്ഞ് ഭൂതങ്ങളെ തുരത്തുവാൻ കഴിയും. അടുത്ത് ചെന്ന് ഭൂതഗ്രസ്തൻ്റെ തലയിൽ കൈവെക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അങ്ങനെയൊന്നും ആവശ്യമില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ ഭൂതമൊക്കെയും വിട്ടുപോകും. യേശുവിൻ്റെ നാമത്തിൽ ഇന്നും ഭൂതങ്ങൾ പുറത്തായി പോകുന്നുണ്ട്, ഭൂതങ്ങൾ വിട്ടുപോകുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം തീർച്ചയായിട്ടുള്ള വചനമാണ്, അതിന് മാറ്റമില്ല എന്ന് നാം ഇതിൽ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. ആ സ്ത്രീയുടെ വിശ്വാസത്തെ യേശു അഭിനന്ദിച്ചു. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത് എന്ന് അവളോട് പറഞ്ഞു. മർക്കോസ് പറയുന്നത്, അവൻ അവളോട് ഈ വാക്ക് നിമിത്തം പൊയ്ക്കൊള്ളുക. ഏത് വാക്ക് നിമിത്തം? കർത്താവെ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ, ഞാൻ ആ നായ്ക്കുട്ടിയുടെ ലെവലിലാണെന്ന് ഞാൻ സമ്മതിച്ചു കൊള്ളുന്നു. അവളെ എളിമപ്പെടുത്തി വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ യേശു പറഞ്ഞു, നിൻ്റെ മകൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് യേശുവിൽ വിശ്വസിക്കാം, മുറുകെ പിടിക്കാം. യേശുവിൻ്റെ ശക്തി ഇന്നും ഒരു കുറവുമില്ലാതെ പ്രവർത്തിക്കുന്നു. വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെയും മിഷണറിമാർ പ്രവർത്തിക്കുമ്പോൾ വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഭൂതശാന്തികളും അവിടെ ദിനംപ്രതി നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിലേക്കാളും കൂടുതൽ ഭൂതഗ്രസ്തർ അവിടെ ഉണ്ട്. എല്ലാ ഗ്രാമങ്ങളിലും ധാരാളം ഭൂതഗ്രസ്തരുണ്ട്. അവരെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയ വലിയ കഴിവുള്ള പ്രസംഗിയോ വലിയ പ്രവാചകനോ ഒന്നും വേണ്ട. സാധാരണ ഒരു വിശ്വാസി പോയി പ്രാർത്ഥിച്ചാലും ഈ ഭൂതങ്ങൾ വിട്ടുപോകുന്നത് അവിടെ കാണാൻ കഴിയും. ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു. നമുക്ക് ദൈവത്തെ വിശ്വസിച്ച് മുമ്പോട്ട് പോകാം. ഈ സ്ത്രീയുടെ വിശ്വാസം അഭിനന്ദനം അർഹിക്കുന്നു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, ഗ്രേറ്റ് ഈസ് യുവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസവും ആ രീതിയിൽ ഒന്ന് വളർന്ന് ശക്തിപ്പെടേണ്ടത് ആവശ്യമല്ലേ? കർത്താവ് നമ്മോടും അത് പറയാൻ ആഗ്രഹിക്കുന്നു. മകനെ, മകളെ, നിന്റെ വിശ്വാസം വലിയതാണ്. ഞാൻ നിന്റെ വിശ്വാസത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നീ വിശ്വസിച്ചു, നീ എന്നെ ആശ്രയിച്ചു, അതുകൊണ്ട് നിനക്ക് മറുപടി കിട്ടിയിരിക്കുന്നു. നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ ആ കുഞ്ഞിൻ്റെ നിന്നും ഭൂതം വിട്ടുപോയി. അവൾ സൗഖ്യം പ്രാപിച്ചു. യേശുവിൻ്റെ ശക്തി തീർന്നു പോയിട്ടില്ല എന്ന് നാം കേട്ടുവല്ലോ. അടുത്തതായിട്ട് 2-ാം ഭാഗം, യേശു ചെകിടനും ഊമനുമായ മനുഷ്യനെ സൗഖ്യമാക്കുന്ന ഒരു ഭാഗമാണ് നാം കാണുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള
ആ 7 വചനങ്ങളിൽ ആ സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ആ ഭാഗം നോക്കുക. യേശു 70 കിലോമീറ്റർ ഗന്നേസരത്തിൽ നിന്നും വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് സോരിൻ്റെയും സീദോൻ്റെയും അതിർത്തിയിൽ ഉള്ള ആ ഗ്രാമത്തിൽ ചെന്നു. അവിടെയാണ് ഈ അത്ഭുതം പ്രവർത്തിച്ചത്. അത് കഴിഞ്ഞ് യേശു മടങ്ങിപ്പോരുന്നു. അവിടെ വേറെന്തെങ്കിലും അത്ഭുതം ചെയ്തതായിട്ട് പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഈ ഒരു വിജാതീയ കനാന്യ സ്ത്രീയുടെ മകളെ ഓർത്തും അവളെ ഓർത്തും മാത്രമായിരിക്കും യേശുവും പരിവാരങ്ങളുമായിട്ട് ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം നടന്ന് അത്രയും 70 കിലോമീറ്റർ പോയത് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. യേശുവിന് ഓരോരുത്തരും വിലപ്പെട്ടവരാണ്. എന്നെയും നിങ്ങളെയും കർത്താവ് പരിഗണിക്കുന്നു. നമ്മുടെ കാര്യത്തിൽ ദൈവത്തിന് ഇൻട്രസ്റ്റ് ഉണ്ട്, കർത്താവിന് ഇൻട്രസ്റ്റ് ഉണ്ട്. അത് നാം ചിന്തിക്കണം. ഇനി നാം കാണുന്നത് 31 വാക്യം നോക്കുക. അവൻ വീണ്ടും സോരിൻ്റെ അതിർ വിട്ട് സീദോൻ വഴിയായി ദെക്കപ്പൊലി ദേശത്തിൻ്റെ നടുവിൽ കൂടി ഗലീല കടൽപ്പുറത്ത് വന്നു. അതൊരു നീണ്ട യാത്രയാണ്. കുറച്ചുകൂടെ വടക്കോട്ട് ചെന്നു. യേശു സീദോൻ്റെ ആ അതിര് വഴിയായി വീണ്ടും കിഴക്കോട്ട് യാത്ര ചെയ്ത് ഗലീല കടലിൻ്റെ വടക്കു ഭാഗത്തൂടെ കടന്ന്, ഗലീല ക്രോസ് ചെയ്യാതെ അതിൻ്റെ മേൽഭാഗത്തൂടെ കടന്ന് ദെക്കപ്പൊലി ദേശത്തിലേക്ക് വന്നു. നിങ്ങൾ ഭൂപടം നോക്കിയാൽ അതൊക്കെ മനസ്സിലാകും. ഗലീല കടലിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്താണ് ദെക്കപ്പൊലി ദേശം. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നാം ദെക്കപ്പൊലി ദേശത്തെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. 10 വിജാതീയ പട്ടണങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ദെക്കപ്പൊലി. ഡെക്ക എന്ന് പറഞ്ഞാൽ 10 എന്നർത്ഥം. ഡെക്കാപോലിസ് എന്ന് പറഞ്ഞാൽ 10 പട്ടണങ്ങളുടെ ഒരു പ്രദേശം എന്നർത്ഥം. യേശു ഈ സോർ സീദോൻ ദേശത്തു നിന്നും ചുറ്റിക്കറങ്ങി ഉദ്ദേശം 100 കിലോമീറ്റർ എങ്കിലും യാത്ര ചെയ്താണ് ഈ ദെക്കപ്പൊലി ദേശത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ദെക്കപ്പൊലി ദേശത്തെക്കുറിച്ച് നാം ഓർക്കേണ്ട കാര്യം, 2 അധ്യായം മുമ്പ് നാം മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഈ ദെക്കപ്പൊലി ദേശത്ത് യേശു വന്നതും അവിടെ ശുശ്രൂഷ ചെയ്തതും ഒക്കെ നാം വായിച്ചു, അന്ന് പഠിക്കുകയുണ്ടായി. ഒരു വല്ലാത്ത ഒരു ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ, ലെഗിയോൻ ബാധിച്ച ഒരു ഭൂതഗ്രസ്തനെ യേശു സൗഖ്യമാക്കി. ആ ഭൂതങ്ങൾ പന്നിക്കൂട്ടങ്ങളിൽ പ്രവേശിച്ചു. പന്നികൾ കടലിൽ ചാടി അവയെല്ലാം ചത്തുപോയി. ഒടുവിൽ ആ ദേശക്കാർ വന്ന് പറഞ്ഞു, യേശുവേ മതിയായി, നീ ഞങ്ങളുടെ അതിര് വിട്ട് പോകണം എന്ന് പറഞ്ഞു. അതെ, അത് നാം കാണുന്നു മർക്കോസ് 5-ാം അധ്യായം 17-ാം വാക്യം. മാർക്ക് 5:17. അപ്പോൾ അവർ അവനോട് തങ്ങളുടെ അതിർ വിട്ടു പോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി. തങ്ങളുടെ അതിര് വിട്ടു പോകുവാൻ ആവശ്യപ്പെട്ട ആ ദേശമാണ്. ആ ദേശത്തേക്ക് വീണ്ടും യേശു വന്നു. യേശുവിന് ജനങ്ങളോട് മനസ്സലിവുണ്ട്. ഒരു പ്രാവശ്യം അവനെ അവിടുന്ന് പറഞ്ഞു വിട്ടതാണ്. എന്നാൽ വീണ്ടും അവരോട് മനസ്സലിവ് തോന്നി. 100 കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിച്ച് ദെക്കപ്പൊലി ദേശത്ത് വീണ്ടും യേശു വന്നിരിക്കുകയാണ്. ഈ ദേശം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ദേശമല്ല. വളരെ കുറേ യഹൂദന്മാർ മാത്രമേ ആ ദേശത്ത് ഉള്ളൂ. ബാക്കിയുള്ള ആളുകളെല്ലാം ദെക്കപ്പൊലി നാട്ടുകാരെന്ന് പറയുന്നത് അവരെല്ലാം വിജാതീയരായ യഹൂദരല്ലാത്ത ആളുകളാണ്. എന്നാൽ ഈ പ്രാവശ്യം യേശു മടങ്ങി വന്നപ്പോൾ ജനമെല്ലാം വീണ്ടും യേശുവിൻ്റെ അടുത്ത് കൂടി അവനെ സ്വാഗതം ചെയ്തു. 32-ാം വാക്യം. അവിടെ അവർ വിക്കനായൊരു ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ്റെ മേൽ കൈവെക്കണം എന്ന് അപേക്ഷിച്ചു. ഒരു ചെകിടനും വിക്കനുമായ, ചെകിടനും ഊമനുമായ, ഒന്നും സംസാരിക്കാനും അവന് കഴിയത്തില്ല. സാധാരണഗതിയിൽ ചെകിടന്മാർക്ക് സംസാരിക്കാനും കഴിയുകയില്ല. കാരണം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ശബ്ദമൊന്നും കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ശബ്ദത്തിൽ സംസാരിക്കുവാനും അവർക്ക് കഴിയുകയില്ല. അങ്ങനെയാണ് നാം കണ്ടുവരുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ ഊമനാണ്, അതുപോലെ ചെകിടനുമാണ്. ആളുകൾ അവനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു റിക്വസ്റ്റ് ചെയ്തു, യേശുവേ ഇവനെ സൗഖ്യമാക്കണമേ. ആ മനുഷ്യനോട് ആ നാട്ടുകാർക്കൊരു പ്രത്യേക ഒരു താല്പര്യവും സ്നേഹവും ഉണ്ടായിരുന്നിരിക്കാം. അവനൊരു നല്ല മനുഷ്യനായിരുന്നിരിക്കാം. ഇവിടെ എന്താണ് നാം കാണുന്നത്? യേശുവിൻ്റെ അടുത്തേക്ക് ആളുകൾ ഒരു ആവശ്യക്കാരനെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ അടുത്തേക്ക് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ളവരെ, നമ്മുടെ അയൽക്കാരെ, സ്നേഹിതരെയൊക്കെയും യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് ഒരു കടപ്പാട് ഉണ്ട്. അങ്ങനെ ഈ ജനം, ഈ വിജാതീയരായ ആളുകൾ യേശുവിൻ്റെ അടുത്തേക്ക് അവനെ കൊണ്ടുവന്നു. യേശു എന്തു ചെയ്തു? 33-ഉം 34-ഉം വാക്യങ്ങൾ വായിച്ചാൽ ഒരിക്കലും മറ്റൊരിടത്തും യേശു ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പുതിയ മെത്തേഡ്, സൗഖ്യമാക്കാനുള്ള ഒരു പുതിയ രീതി ഇവിടെ യേശു അവലംബിക്കുന്നു. ഒരു സ്ട്രേഞ്ച് മെത്തേഡ്, മോഡ് ഓഫ് ഹീലിംഗ് എന്ന് പറയാം.
ഒരു വിചിത്രമായ രീതിയിലാണ് യേശു അവനെ സൗഖ്യമാക്കിയത്. യേശു എല്ലായിടത്തും ഒരേ രീതിയിലല്ല പ്രവർത്തിച്ചത്. ആളുകളോട് സംസാരിച്ചതും അവരെ സൗഖ്യമാക്കിയ വിധവും എല്ലാം ഡിഫറൻ്റ് ആയിട്ടാണ്. ദൈവത്തിന് ഞാൻ മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ കേട്ടിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്, ദൈവത്തിന് 1000 മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ഒന്നോ രണ്ടോ പരിഹാര മാർഗങ്ങളേ ഉള്ളൂ. പക്ഷേ ദൈവത്തിന് ധാരാളം മാർഗങ്ങളുണ്ട്. ഇവിടെ ഒരു പ്രത്യേക രീതിയിലാണ് അവനെ യേശു സൗഖ്യമാക്കുന്നത്. ഇവൻ ചെകിടനാണെന്ന് നാം പറഞ്ഞുവല്ലോ. പഴയ നിയമത്തിൽ നോക്കിയാൽ ചെകിടന്മാരെ സൗഖ്യമാക്കിയ സംഭവങ്ങളൊന്നുമില്ല. യെശയ്യാപ്രവചനം 35 അധ്യായം 4-5 വാക്യങ്ങൾ നോക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം ഐസയ 35:4-5. അവിടെ ക്രിസ്തുവിൻ്റെ രാജ്യത്തെക്കുറിച്ച് ഉള്ള പ്രവചനമാണ്. ക്രിസ്തുവിൻ്റെ രാജ്യം സ്ഥാപിക്കപ്പെടുമ്പോൾ വലിയ വ്യത്യാസങ്ങൾ വരും. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറയുവീൻ. ഇത് യേശുവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. യേശു വരുമ്പോൾ കാര്യങ്ങൾ മാറും. പിന്നെ എന്താണ് 5 വാക്യം? അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. ഈ പ്രവചനമാണ് ഇവിടെ യേശു ഈ മനുഷ്യനിൽ യാഥാർത്ഥ്യമാക്കിയത്. ചെകിടന്മാരുടെ കാതുകൾ തുറക്കുക എന്നുള്ളത് ആ നാട്ടിൽ അസംഭവ്യമായ ഒരു കാര്യമാണ്. അത് വലിയ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ആണ് കാണാൻ സാധിക്കുന്നത്. യേശു ഒരു പ്രത്യേക രീതിയിൽ അവനെ സൗഖ്യമാക്കി. എങ്ങനെയാണ് സൗഖ്യമാക്കിയത് എന്ന് കാണാൻ സാധിക്കും. 33 വാക്യം, അവൻ അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി, അവൻ്റെ ചെവിയിൽ വിരൽ ഇട്ടു, തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു. വളരെ വിചിത്രമായ ഒരു രീതിയാണ് അത്. ദൈവത്തിൻ്റെ മെത്തേഡ് അങ്ങനെയാണ്. ദൈവം പലപ്പോഴും പല രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. അവൻ്റെ ചെവിയിൽ കൈവിരലിട്ടു. നമ്മുടെ നോട്ടത്തിൽ പറഞ്ഞാൽ അത് വളരെ അൺഹൈജീനിക്കായ ഒരു കാര്യമാണ്. ഒരു ആദ്യമായിട്ട് കാണുന്ന ഒരു രോഗിയായ മനുഷ്യൻ്റെ ചെവിയിൽ യേശു കൈവിരലിട്ടു. അത് കഴിഞ്ഞിട്ട് യേശു വിരലിൽ തുപ്പി, ആ തുപ്പൽ കൊണ്ട് അവൻ്റെ നാവിൽ തൊട്ടു. ഇതൊക്കെ ഇന്നത്തെ ആധുനിക കാലത്ത് ആളുകൾ അത് മോശമായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ദൈവത്തിൻ്റെ മാർഗങ്ങൾ മനുഷ്യൻ്റെ മാർഗമല്ല. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവനെ കുറച്ച് പുറകോട്ട് മാറ്റി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് പറഞ്ഞത്, അവൻ്റെ നാവിനെ തൊട്ടു, സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടു, അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള എഫഥ എന്ന് പറഞ്ഞു. എഫഥ എന്നുള്ളത് അന്ന് സംസാരിക്കുന്ന അരാമ്യ ഭാഷയാണ്. ആ ഭാഷയിൽ യേശു പറഞ്ഞ കാര്യമാണ് എഫഥ എന്ന് പറഞ്ഞാൽ തുറന്നു വരിക, ബി ഓപ്പൻഡ്. യേശു അവിടെ നെടുവീർപ്പിടുന്നു, സ്വർഗത്തേക്ക് നോക്കുന്നു. ദൈവമക്കളെ, പ്രതിസന്ധികളുടെ മുൻപിൽ നാം ഒക്കെ സ്വർഗത്തേക്ക് നോക്കുവാനും ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുവാനും നാം പരിശീലിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നിശ്ചയമായിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തും. യേശു പലപ്പോഴും ആത്മാവിൽ ഞരങ്ങി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മർക്കോസ് 8 അധ്യായം 12 വാക്യം, അവൻ ആത്മാവിൽ ഞരങ്ങി ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഇവിടെയും യേശു ഞരങ്ങി. അതൊരു സൗഖ്യമാക്കുവാൻ ആർക്കും സാധിക്കാഞ്ഞ ഒരു ഡിഫിക്കൽട്ട് കേസ് ആയിരുന്നു. അതുകൊണ്ടാണ് സ്പെസിഫിക്കായിട്ട് യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു ഇതൊക്കെ ചെയ്തു, തുറന്നു വരിക എന്ന് കൽപ്പിച്ചു. ഉടനെ അവൻ്റെ കാതുകൾ തുറന്നു, അവൻ്റെ നാവിൻ്റെ കെട്ട് അഴിഞ്ഞു, അവൻ ഫ്രീ ആയിട്ട് സംസാരിച്ചു. 37 വാക്യം നോക്കുക, വളരെ മനോഹരമായ ഒരു കാര്യമാണ്. 37 വാക്യം, അവൻ സകലവും നന്നായി ചെയ്തു, ചെകിടരെ കേൾക്കുമാറാക്കുന്നു, ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് ജനം അത്യന്തം വിസ്മയിച്ചു. ഇത് ജനത്തിൻ്റെ ഒരു അഭിപ്രായമാണ്, ഒരു റിപ്പോർട്ടാണ്. എന്താ ജനം പറഞ്ഞത്? അവൻ സകലവും നന്നായി ചെയ്തു. അവൻ യേശു ചെയ്തതൊക്കെയും പെർഫെക്റ്റായിട്ടാണ് ചെയ്തത്. ഹീലിങ്ങും സൗഖ്യമാക്കുന്നതും പെർഫെക്റ്റ് ആയിരുന്നു. അവൻ്റെ കാതിന് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അവൻ വളരെ ക്ലിയറായിട്ട് വായ തുറന്ന് സംസാരിച്ചു. ഇത് 2000 വർഷം മുമ്പ് ദക്കപ്പൊലി ദേശത്തെ ജനങ്ങൾ യേശുവിൻ്റെ സൗഖ്യ ശുശ്രൂഷയെ കണ്ട് പറഞ്ഞ കാര്യം മാത്രമല്ല, ഈ തലമുറകളിലുടനീളം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഈ വചനം നാം ഏറ്റെടുക്കണം, നാം വിശ്വസിക്കണം. അവൻ സകലവും നന്നായി ചെയ്യുന്നവനാണ്. അത് രോഗസൗഖ്യമാകട്ടെ, കുടുംബത്തിലെ പ്രശ്നങ്ങളാകട്ടെ, നമ്മെ നടത്തുന്ന രീതികളാകട്ടെ, മക്കളുടെ കാര്യമാകട്ടെ, ആരോഗ്യ പ്രശ്നമാകട്ടെ, ദൈവം കർത്താവ് സകലവും നന്നായി ചെയ്യുന്നവനാണ്. അവിടുന്ന് എന്നും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സത്യമാണോ? നിങ്ങൾക്കത് ഏറ്റു പറയാൻ കഴിയുമോ? കർത്താവെ, എൻ്റെ ജീവിതത്തിൽ നാളിതുവരെ
സംഭവിച്ച സകല കാര്യങ്ങളും അവിടുന്ന് നന്നായിട്ടാണ് ചെയ്തത്. അവിടുന്ന് ഒരു മിസ്റ്റേക്കും വരുത്തിയിട്ടില്ല. ഗോഡ് മേക്സ് നോ മിസ്റ്റേക്സ്. ഇത് നാം വിശ്വസിക്കണം, ഏറ്റുപറയണം. നമ്മിൽ പലരും കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച ചില കാര്യങ്ങളെ ചൊല്ലി വളരെ വിഷമിക്കുന്നവരും ബുദ്ധിമുട്ട് വേദനയും സഹിക്കുന്നവരും, അയ്യോ അങ്ങനെ സംഭവിച്ചു പോയല്ലോ, അയ്യോ അത് വളരെ മോശമായി പോയല്ലോ എന്നൊക്കെ പഴയ കാലത്തെക്കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെടുന്ന ആളുകളുണ്ട്. എന്നാൽ അതിനെയെല്ലാം കവർ ചെയ്തുകൊണ്ടാണ് ഈ വാക്യം നാം പറയേണ്ടത്. എൻ്റെ യേശു സകലവും നന്നായിട്ട് ചെയ്തു. സംഭവിച്ച കാര്യങ്ങളൊക്കെ നന്മയ്ക്കായിട്ടാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് റോമർ 8:28 വാക്യത്തിൽ നാം വായിക്കുന്നു. കർത്താവ് സകലവും നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത്. അതെ, നമുക്കത് വിശ്വസിക്കാം, ഏറ്റുപറയാം. കർത്താവേ, ആ ചെകിടൻ്റെ കാര്യത്തിൽ അവിടുന്ന് ചെയ്ത കാര്യം അവിടുന്ന് സകലവും നന്നായിട്ട് ചെയ്തു. അത് സത്യമാണ്, ഞാനത് വിശ്വസിക്കുന്നു. യെസ്, ഹി ഹാസ് ഡൺ ഓൾ തിങ്സ് വെൽ. ഹി ഹാസ് ഡൺ ഓൾ തിങ്സ് വെൽ. നമുക്കത് ഏറ്റുപറയാം. കർത്താവ്, എൻ്റെ ജീവിതത്തിലും അത് തന്നെയാണ് അവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങേക്ക് സ്തോത്രം പറയുന്നു, നന്ദി പറയുന്നു. അങ്ങേക്കൊരു മിസ്റ്റേക്കും ഉണ്ടാകുന്നില്ല, ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാവുകയുമില്ല. അവിടുന്ന് സകലവും നന്നായിട്ടാണ് ചെയ്യുന്നത്. പ്രൈസ് ദ ലോർഡ്. നമുക്ക് മുമ്പോട്ട് പോകാം. മൂന്നാം ഭാഗത്തേക്ക് നമുക്ക് വരാം. യേശു 4000 ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പുരുഷാരത്തിന് അവരെ അപ്പം വർദ്ധിപ്പിച്ച് നൽകി പോഷിപ്പിക്കുന്ന ഭാഗമാണ് അടുത്തായിട്ട് നാം ചിന്തിക്കാൻ പോകുന്നത്. മർക്കോസ് 8-ാം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. മാർക്ക് 8:1 ഓൺവേർഡ്സ്. ഇവിടെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരം ഉണ്ടായിരിക്കെ അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായകൊണ്ട് യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു അവരോട്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായക കൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. അവരിൽ ചിലർ ദൂരത്തു നിന്ന് വന്നവരല്ലോ എന്ന് പറഞ്ഞു. യേശു ഇപ്പോൾ എവിടെയാണ്? യേശു ഇപ്പോഴും ദെക്കപ്പൊലി ദേശത്താണ്. ഗലീലക്കടലിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള ദെക്കപ്പൊലി ദേശത്താണ് ഇപ്പോൾ യേശു മിനിസ്റ്റർ ചെയ്യുന്നത്. ഒരുപക്ഷേ ഗലീലക്കടലിൻ്റെ അടുത്തുള്ള ആ ഭാഗത്താണ്. അവിടെ മിനിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അനേകം വലിയ ആൾക്കൂട്ടം, വലിയ ജനക്കൂട്ടം യേശുവിൻ്റെ പ്രസംഗം കേൾക്കുവാനും രോഗസൗഖ്യം അനുഭവിക്കുവാനും അത്ഭുതങ്ങൾ കാണുവാനും ഒക്കെ ആയിട്ട് ദെക്കപ്പൊലിക്കാരായ ആളുകൾ കൂടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുവല്ലോ, ഈ ദെക്കപ്പൊലി ദേശം യഹൂദന്മാരല്ല അവിടെ പാർക്കുന്നത്. അവിടെ 10 പട്ടണങ്ങളുണ്ട്. അത് വിജാതിയരായ ആളുകളുടെ ഒരു റീജിയൻ ആയിരുന്നു. അവിടെ വലിയ ജനക്കൂട്ടം യേശുവിൻ്റെ പ്രസംഗം കേൾക്കുവാൻ വന്നിട്ടുണ്ട്. അവരിൽ മിക്ക പേരും യഹൂദന്മാരല്ലാത്ത വിജാതിയരായ ആളുകളാണ്. വളരെ ചുരുക്കം പേര് മാത്രമേ അതിനുള്ളിൽ യഹൂദന്മാരായി കാണുകയുള്ളൂ. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പഠിക്കുകയുണ്ടായി. യഹൂദന്മാരുടെ ഇടയിൽ ഗലീലദേശത്ത് യേശു പ്രവർത്തിച്ചപ്പോൾ ഒരിക്കൽ 5 അപ്പം വർദ്ധിപ്പിച്ച് 5000 പേർക്ക് ഭക്ഷണം കൊടുത്ത കാര്യം നാം വായിച്ചു. എന്നാൽ ആ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്ന ആളുകൾ മുഴുവനും യഹൂദന്മാരായിരുന്നു. ഇവിടെ ദെക്കപ്പൊലി ദേശത്താകട്ടെ യഹൂദരല്ലാത്ത ആളുകളുടെ ഇടയിലാണ് യേശു ഈ അത്ഭുതം ചെയ്യുന്നത്. ഇവിടെ മർക്കോസ് ഉദ്ദേശിക്കുന്നത് തൻ്റെ വായനക്കാരായ റോമക്കാരായ യവനന്മാരായ വിജാതിയരായ ആളുകൾക്കും യേശുവിനെ കുറിച്ച് കേൾക്കുവാനും യേശുവിന് എല്ലാ ജനങ്ങളിലും താല്പര്യമുണ്ട്, അവിടുന്ന് വിജാതിയരെയും ഉൾക്കൊള്ളുന്നു, കൈക്കൊള്ളുന്നു എന്ന് മനസ്സിലാക്കുവാനും വേണ്ടിയാണ് ഈ കാര്യം അവിടെ ഊന്നി പറഞ്ഞിരിക്കുന്നത്. 2-ാം വാക്യത്തിൽ യേശുവിന് അവരോട് മനസ്സലിവ് തോന്നി എന്ന് വായിക്കുന്നു. എല്ലാ കാലത്തും നാം ബൈബിളിൽ വായിക്കുന്നു യേശുവിന് ജനങ്ങളോട് മനസ്സലിവുണ്ടായിരുന്നു. ഹീ വാസ് കമ്പാഷനേറ്റ് വിത്ത് ദ പീപ്പിൾ. അവരോട് മനസ്സലിവ് തോന്നി. യേശുവിൻ്റെ ശുശ്രൂഷയും ജീവിതവും നമ്മൾ നോക്കുമ്പോൾ പല പ്രാവശ്യവും യേശു ജനങ്ങളോട് മനസ്സലിവ് തോന്നി അവർക്ക് അത്ഭുതം ചെയ്തു കൊടുത്തു, അവരെ സൗഖ്യമാക്കി എന്നൊക്കെ വായിക്കുന്നു. ജനക്കൂട്ടത്തോട് മനസ്സലിവ് കാണിച്ചു, അവർക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തു. കൂടാതെ ചിലപ്പോൾ വളരെ നിസ്സഹായരായ, വളരെ വളരെ പ്രയാസത്തിലിരിക്കുന്ന, അൺഫോർച്ചുനേറ്റ് ആയിരിക്കുന്ന, നിർഭാഗ്യവാന്മാരായ ആളുകളോടും യേശു മനസ്സലിവ് കാണിച്ചിട്ടുണ്ട്. ഒരിക്കൽ 2 കുരുടന്മാരെ കണ്ടു. അവർ യേശുവിനോട് നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ, ഞങ്ങളെ സൗഖ്യമാക്കണമേ, ഞങ്ങളോട് മനസ്സലിയണമേ. മത്തായി 20-ാം അധ്യായം 34-ാം വാക്യം. യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണ് തൊട്ടു,
ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു അവനെ അനുഗമിച്ചു. അവരോട് യേശു മനസ്സലിഞ്ഞു. അവരുടെ ആ ദയനീയ സ്ഥിതി, ജീവകാലം മുഴുവനും കണ്ണു കാണാതെ അന്ധകാരത്തിൽ ജീവിക്കുന്ന അവരോട് യേശുവിന് മനസ്സലിവ് തോന്നി. ഇനിയും യേശു യെരുശലേമിൽ വന്നപ്പോൾ യെരുശലേമെ കണ്ടിട്ട് യെരുശലേം നഗരത്തോട് മനസ്സലിഞ്ഞു. മത്തായി 23:37 നോക്കുക. 23:37. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. യേശുവിന് ആ നഗരത്തെ കണ്ടപ്പോൾ അലിവ് തോന്നി. അത് ദൈവത്തിൻ്റെ നഗരമാണ്. ഈ യെരുശലേം ഇന്ന് ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് ഒരു നിഴലായി നിൽക്കുന്നു. നാം അതും പഠിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ ഒരു പഴയ നിയമത്തിലെ നിഴലാണ് യെരുശലേം പട്ടണവും അവിടെയുള്ള ദേവാലയവും ഒക്കെ. യേശുവിന് തൻ്റെ സഭയെക്കുറിച്ചും മനസ്സലിവുണ്ട്. ആ സഭയിൽ ഉൾക്കൊള്ളുന്ന എന്നെയും നിങ്ങളെയും കുറിച്ചൊക്കെ യേശുവിന് മനസ്സലിവുണ്ട്. നാം ഏതെങ്കിലും മേഖലയിൽ തെറ്റിപ്പോയി, തോറ്റുപോയി, വീഴ്ച സംഭവിച്ചു, നാം അരുതാത്തത് ചെയ്തു, അപ്പോൾ നമ്മെ യേശു ഇനി വേണ്ട പൊക്കോ എന്ന് പറഞ്ഞ് നമ്മെ കൈയൊഴിയുന്നവനല്ല. യേശു നമ്മോട് മനസ്സലിവ് കാണിക്കുന്നവനാണ്. യെരുശലേമിനെക്കുറിച്ച് യേശു മനസ്സലിഞ്ഞു. പലപ്പോഴും മരണ വീടുകളിലൊക്കെ ചെന്നിട്ട് യേശു അവരോട് മനസ്സലിയുന്നതായിട്ട് കാണുന്നു. മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ ചെന്നപ്പോൾ ലാസറിൻ്റെ കല്ലറയ്ക്കൽ ചെന്ന് അവരോട് മനസ്സലിവ് കാണിച്ചു. യേശു അവരോട് ചേർന്ന് കണ്ണുനീർ വീഴ്ത്തി അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു എന്ന് നാം വായിക്കുന്നു. യേശു ഇന്നും മനസ്സലിവുള്ളവനാണ്. ഈ ചോദ്യം നമ്മോട് ചോദിക്കാം, ഞാൻ അതുപോലെ മനസ്സലിവുള്ള ആളാണോ? കർത്താവെ, മറ്റുള്ളവരോട് അവിടുന്ന് കാണിച്ചതുപോലെ മനസ്സലിവ് കാണിക്കുവാൻ, കരുണ കാണിക്കുവാൻ എന്നെയും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമോ? യേശുവിൻ്റെ ഈ മനസ്സലിവ് നമ്മെ ആ കാര്യത്തിൽ ഉത്സാഹിപ്പിക്കേണ്ടത് ഇന്ന് രാത്രി ആവശ്യമാണ്. 3-ാം വാക്യം നോക്കുക. ആ ജനത്തിൻ്റെ അവസ്ഥ യേശുവിന് അറിയാമായിരുന്നു. അവർ 2-3 ദിവസമായി പ്രസംഗം കേൾക്കുവാനായിട്ട് വന്നിരിക്കുകയാണ്. 3 നാളായി എൻ്റെ കൂടെ ഇവരുണ്ട്, അവർക്ക് വേണ്ടത്ര ഭക്ഷണമൊന്നും കിട്ടുന്നില്ല, എനിക്കവരോട് അലിവ് തോന്നുന്നു. ഞാൻ അവരെ പട്ടിണിയായി വിട്ടാൽ ശരിയാവുകയില്ല, അവർ തളർന്നു പോകും. യേശുവിൻ്റെ ഈ മനസ്സലിവ്, ജനങ്ങളെക്കുറിച്ചുള്ള യേശുവിൻ്റെ ആ ഒരു പരിഗണനയും ചിന്തയും കൺസേണും, അത് മുഖ്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ യേശു ക്രിസ്തുവിന് അറിയാം. ഈ ജനങ്ങളുടെ അവസ്ഥ യേശു മനസ്സിലാക്കിയതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ യേശുവിന് അറിയാം. അവൻ നിങ്ങളെക്കുറിച്ച് വിചാരമുള്ളവനാണ്. അവൻ നമ്മുടെ ഭാരം വഹിക്കുന്നവനാണ്. ദൈവികമായ ഒരു കരുതലുള്ളവനാണ് യേശു. ആ യേശു ഇന്നും ജീവിക്കുന്നു. ഞാൻ നിങ്ങളോടുകൂടെ എന്നും ഉണ്ട് എന്ന് യേശു അരുളി ചെയ്തിട്ടുണ്ട്. ആകയാൽ നമ്മുടെ ഭാവിയെക്കുറിച്ച് ഒന്നും നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. യേശു തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ആ വചനം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 31 32 വാക്യങ്ങൾ നോക്കുക. ആകയാൽ നാം എന്തു തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. നോക്കുക, യേശുവിന് നമ്മുടെ എല്ലാ കാര്യങ്ങളും ആവശ്യങ്ങളും അറിയാം. നമ്മുടെ പ്രശ്നങ്ങൾ യേശുവിനൊരു പുത്തൻ കാര്യമല്ല. അത്ഭുതപ്പെടുകയില്ല ദൈവം. അയ്യോ, ഇങ്ങനെ സംഭവിച്ചോ, അവർക്ക് ഇത്ര ഒരു പ്രയാസം ഉണ്ടായോ എന്ന് യേശുവിന് അത്ഭുതം കൂറേണ്ടി വരുന്നില്ല. യേശുവിന് എല്ലാ കാര്യങ്ങളും അറിയാം. എന്ന് മാത്രമല്ല, അറിയാമെന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുവാൻ കർത്താവിന് കഴിയും. ദൈവത്തിന് സോൾവ് ചെയ്യാൻ കഴിയാത്ത, പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഇല്ല എന്ന് ഇന്ന് രാത്രി നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്കത് വിശ്വാസമുണ്ടോ? കർത്താവേ, എത്ര പ്രയാസമുള്ള പ്രശ്നമാണെങ്കിലും, എത്ര ഡിഫിക്കൽട്ട് ഇഷ്യൂസ് ആണെങ്കിലും അങ്ങേക്കത് പരിഹരിക്കുവാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി നമ്മുടെ വിശ്വാസത്തെ പുതുക്കാം. നമ്മുടെ ദൈവം നമ്മെപ്പോലെ ബലഹീനനല്ല. Our God is a mighty God. He is almighty. He is capable. He is a God of wonders. അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. അവനെ നാം വിശ്വസിക്കാം. 4-ാം വാക്യം നോക്കുക. ശിഷ്യന്മാരെ സംബന്ധിച്ച് ഇപ്പോഴും അവർക്ക് അവിശ്വാസമാണ്. അതിന് അവൻ്റെ ശിഷ്യന്മാർ
ഇവർക്ക് ഇവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ നമുക്ക് എങ്ങനെ കഴിയും? ശിഷ്യന്മാരുടെ അവിശ്വാസമാണ് പെട്ടെന്ന് അവരുടെ മനസ്സിൽ വരുന്നത്. ഈ ജനക്കൂട്ടം, വലിയ ജനക്കൂട്ടം, 4000 പുരുഷന്മാരും ബാക്കി കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ കാണും. വലിയൊരു ജനസംഖ്യയുണ്ട്, വലിയൊരു ആൾക്കൂട്ടം അവിടെ ഉണ്ട്. എന്നാൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, 2 അധ്യായങ്ങൾക്ക് പുറകിൽ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 5000 പേരെ പോഷിപ്പിച്ച ആ സംഭവം ഇത്ര പെട്ടെന്ന് അവർ മറന്നുപോയി. നാമും ഇങ്ങനെയാണ്. ദൈവം മുൻകാലങ്ങളിൽ നമ്മളെ നടത്തിയ വഴികളെ നാം പെട്ടെന്ന് മറന്നു പോകാറുണ്ട്. പിന്നീടൊരു പ്രയാസം വരുമ്പോൾ അയ്യോ എന്തു ചെയ്യും എന്നിങ്ങനെ ഭാരപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് പലപ്പോഴും ഉള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം മുൻകാലങ്ങളിൽ നമ്മെ നടത്തിയതും പരിപാലിച്ചതും വിടുവിച്ചതുമായ കാര്യങ്ങൾ നാം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മയിൽ കൊണ്ടുവരികയും അത് പറയുകയും അത് വിശ്വസിക്കുകയും അതിലുറയ്ക്കുകയും ചെയ്യുമ്പോൾ ഇനിയും വരാനുള്ള ദിവസങ്ങളിലും ദൈവം നടത്തുവാൻ ശക്തനാണെന്ന് ഉറയ്ക്കുവാനും ദൈവത്തെ ട്രസ്റ്റ് ചെയ്യാനും മുറുകെ പിടിക്കുവാനും നമുക്ക് സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ വീണ്ടും ഒരു അവിശ്വാസത്തെക്കുറിച്ച് കാണാൻ സാധിക്കും. മർക്കോസ് 9-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങൾ നോക്കുക. മറുരൂപ മലയിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ മകനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. ആ പിതാവ് പറയുകയാണ്, ഈ ദുരാത്മാവ് അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും അവനെ തള്ളിയിട്ടിട്ടുണ്ട്. എന്നാൽ നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ? വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ്റെ അവിശ്വാസം നിമിത്തം അവൻ പറഞ്ഞു, കർത്താവേ, നിനക്ക് കഴിയുമോ എന്ന് എനിക്കറിയത്തില്ല, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ ചെയ്യണമേ. എന്നാൽ നാം ഒരിക്കലും പ്രിയപ്പെട്ടവരെ അങ്ങനെയല്ല പറയേണ്ടത്. നിന്നാൽ കഴിയുമെങ്കിൽ ചെയ്യണമേ എന്ന് ആ പറഞ്ഞ മനുഷ്യൻ്റെ അവിശ്വാസം നാം ഏറ്റെടുക്കരുത്. കർത്താവേ, നിനക്ക് സകലവും കഴിയും, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ നമുക്ക് മുമ്പോട്ട് വരാം. ശിഷ്യന്മാരെ സംബന്ധിച്ച് യേശുവിൻ്റെ ആ വലിയ ശക്തിയെ അവർ അല്പമായിട്ട് കണ്ടു, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അതിനെ വിലമതിക്കുവാൻ കഴിഞ്ഞില്ല. യേശു 2 അധ്യായങ്ങൾക്ക് മുമ്പ്, ചില ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ മുമ്പ് ചെയ്ത ആ വലിയ വീര്യപ്രവൃത്തി അവർ മറന്നുപോയി. ഇപ്പോൾ അതുപോലൊരു സാഹചര്യം വന്നപ്പോൾ നാം എന്ത് ചെയ്യും എന്നുള്ള ഒരു വാക്കാണ് അവർ പറയുന്നത്. 6-ഉം 7-ഉം 8-ഉം വാക്യങ്ങൾ നോക്കുക, നമുക്ക് വേഗം മുമ്പോട്ട് പോകാം. 6, 7, 8 വാക്യങ്ങളിൽ 5-ാം വാക്യം, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്ന് ചോദിച്ചു. 7 എന്ന് അവർ പറഞ്ഞു. അവൻ പുരുഷാരത്തോട് നിലത്ത് ഇരിക്കുവാൻ കൽപ്പിച്ചു. അതിനെയാണ് വിശ്വാസത്തിൻ്റെ വാക്ക് എന്ന് പറയുന്നത്, വേർഡ് ഓഫ് ഫെയ്ത്ത്. 7 അപ്പമുണ്ട് എന്ന് കേട്ടപ്പോൾ യേശു വിശ്വാസത്തിൻ്റെ വാക്ക് പ്രസ്താവിച്ചു. ആളുകളെ ഇരുത്തുക, ബാക്കി കാര്യങ്ങൾ എൻ്റെ പിതാവും ഞാനും ചേർന്ന് ചെയ്യും. വിശ്വാസത്തിൻ്റെ വാക്ക് ഉച്ചരിച്ചു എന്ന് മാത്രമല്ല, വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും അടുത്ത് വരുന്നു. വേർഡ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഓൾസോ ആക്ഷൻ ഓഫ് ഫെയ്ത്ത്. പുരുഷാരത്തെ ഇരിക്കുവാൻ കൽപ്പിച്ചു. പിന്നെ ആ 7 അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ വിളമ്പുവാൻ കൊടുത്തു. മറ്റു പലയിടത്തും അവൻ സ്വർഗത്തേക്ക് നോക്കി സ്തോത്രം പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ സ്വന്തം കഴിവിൽ നോക്കാതെ സ്തോത്രം ചെയ്യാനും സ്വർഗത്തിലേക്ക് നോക്കാനും ദൈവത്തെ നോക്കി വിളിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് ഇടയാകേണ്ടത് ആവശ്യമാണ്. നമുക്കും ഈ വിശ്വാസത്തിൻ്റെ വാക്കുകളും വിശ്വാസത്തിൻ്റെ ചില ചുവടുവയ്പ്പുകളും നമുക്കും ഈ കാലത്ത് ആവശ്യമായിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്ന് മാത്രമല്ല, 7-ാം വാക്യം വായിക്കുമ്പോൾ കുറേ ചെറിയ മീനും ഉണ്ടായിരുന്നു, അതും അവൻ അനുഗ്രഹിച്ചിട്ട് വിളമ്പുവാൻ കൊടുത്തു. വലിയ മീനുകളും വളരെ വില കൂടിയ മീനൊന്നും ആയിരുന്നില്ല, ചെറിയ മീനുകളായിരുന്നു ഉണ്ടായിരുന്നു. യേശു അതും എടുത്ത് സ്തോത്രം ചെയ്ത് അവർക്ക് വീതിച്ചു കൊടുത്തു. ദൈവത്തിന് ചെറിയ ആളുകളെ ഉപയോഗിച്ചും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വചനം കൂടെ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങൾ. ദൈവത്തിൻ്റെ മനുഷ്യരെ തിരഞ്ഞെടുത്ത വിധമാണ്, ദൈവം എങ്ങനെയുള്ളവരെയാണ് തിരഞ്ഞെടുത്തത് അവിടെ കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോക അഭിപ്രായപ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ ചോയ്സ് ഇങ്ങനെയാണ്. God always uses weak instruments for his purpose.
ബലഹീന പാത്രങ്ങളെയാണ് ദൈവം ഉപയോഗിച്ച് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നത്. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ആ മനോഹരമായ സംഭവം നടന്നു എന്ന് മാത്രമല്ല, ജനങ്ങൾക്കെല്ലാം അവർക്ക് വളരെ സമൃദ്ധിയുണ്ടായി. സൂപ്പർ അബണ്ടൻസ് എന്ന് പറയാം. ധാരാളമായിട്ട് അവർ ഭക്ഷിച്ചു എന്ന് മാത്രമല്ല, 7 വലിയ കുട്ട നിറയെ മിച്ചം വന്ന കഷ്ണങ്ങൾ പെറുക്കിയെടുത്തു. യേശു ഒരിക്കലും വേസ്റ്റ് ആക്കുവാൻ സമ്മതിച്ചിരുന്നില്ല. അപ്പം മിച്ചം വന്ന കഷ്ണങ്ങളെല്ലാം ശേഖരിച്ചു. അത് പിന്നീട് ഉപയോഗിക്കുവാൻ തക്കവണ്ണം അതെല്ലാം ശേഖരിക്കുന്ന ഒരു ശീലം നമ്മുടെ ജീവിതത്തിലും അത് നാം യേശുവിൽ നിന്ന് പഠിക്കണം. ഒന്നും പ്രയോജനമുള്ള കാര്യങ്ങളൊന്നും നഷ്ടപ്പെടുത്തി കളയരുത്. അത് ഉപയോഗിക്കാൻ കഴിയുന്നവർക്ക് കൊടുക്കുവാൻ നമുക്ക് ശീലിക്കാം. മിച്ചം വന്നത്, മീതിയുള്ളത് നഷ്ടപ്പെടുത്താതെ വണ്ണം അത് ശേഖരിക്കുവാൻ, അത് ദൈവവചനമാണെങ്കിലും പ്രസംഗങ്ങളിലൊക്കെ നാം കേട്ട വചനങ്ങളൊക്കെയും അത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിൻ്റെ നുറുക്കുകൾ മറ്റുള്ളവർക്കും വിതരണം ചെയ്യാനും ചിലരോട് പറഞ്ഞു കൊടുക്കുവാനും, ഇതാണ് ഞങ്ങൾ സഭയിൽ കേട്ടത്, ഞങ്ങൾ ആ മീറ്റിങ്ങിൽ പോയി ഇതാണ് കേട്ടത്, ബൈബിൾ ക്ലാസ്സിൽ ഇന്ന കാര്യമാണ് പഠിച്ചത്, ഇതാ 1-2 കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്, അതാണ് ഈ നുറുക്കുകൾ, അത് മറ്റുള്ളവർക്കും കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവം നമ്മെക്കുറിച്ച് അത് പ്രതീക്ഷിക്കുന്നു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ഇന്നും ജീവിക്കുന്നു, ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.